ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഓണം എക്സാമിന് ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും അല്ലേ? അതുപോലെ കുറച്ച് ടെൻഷനിലായിരിക്കും, എക്സാം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ എക്സാം ആണ്. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടല്ല ഞാൻ പറയുന്നത്, ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളെ സ്റ്റേറ്റിലെ ബോർഡ് എക്സാം നമുക്ക് എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഓക്കെ, ഒരു എക്സാമിന് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും എന്തൊക്കെയോ പഠിക്കും, ടെക്സ്റ്റ് ബുക്ക് അവിടെയും ഇവിടെയൊക്കെ വായിച്ചു നോക്കും, നോട്ട്ബുക്ക് കുറച്ച് അവിടെയും ഇവിടെ വായിച്ചു നോക്കും, ലാസ്റ്റ് ഒന്നും എത്താതെ നമ്മൾ പഠിച്ചത് എന്താണെന്നും അറിയില്ല, ഇനി പഠിക്കാനുള്ളത് എന്താണെന്നും അറിയില്ല, നമ്മുടെ സ്ട്രെങ്ത് പോയിന്റും അറിയില്ല, വീക്ക് പോയിന്റും അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സ്ട്രക്ചറായിട്ട് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതൊരു ചെക്ക് ലിസ്റ്റ് ആണ്. അതായത് നിങ്ങൾ എക്സാം പോകുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, ആദ്യത്തെ കാര്യം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെ ഓണം എക്സാം, സ്കൂൾ എക്സാംസ് ടെക്സ്റ്റ് ബുക്ക് ബേസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ കുറേ ഗൈഡ് അവിടുന്ന് ഇവിടുന്ന് വാങ്ങി അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിലെ തിയറീസ് കാണാതെ പഠിച്ചു പോകുക എന്നുള്ളത്. അതിനപ്പുറം പ്രൈമറി ആയിട്ട് ചെയ്യേണ്ടത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളെ അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങളെ ബുക്ക്. ഓക്കെ, നിങ്ങളുടെ ഖുറാനോ ബൈബിളോ ഗീതോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഖുറാനും ബൈബിളും ഗീതയൊക്കെ അതാണ്. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്, ടെക്സ്റ്റ് ബുക്ക്. എന്നിട്ട് വേണം വേറെ ഗൈഡ്സോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ പാറ്റേണോ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഒക്കെ നോക്കാൻ. ഓക്കെ, സോ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ അതിന് കൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെ? നമ്മളൊരു തിയറി അതിലിങ്ങനെ എക്സ്പെരിമെന്റ്സ് ഒക്കെ വായിച്ച് അതിന്റെ കൂടെ ക്വസ്റ്റ്യൻ കൊടുത്ത് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് അപ്പൊ നമുക്ക് തന്നെ ഒരു സ്ട്രക്ചർ താനെ വരും, നമുക്ക് തന്നെ മനസ്സിലാവും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ. ഓക്കെ, അല്ലെങ്കിൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നൊക്കെ അതിന്റെ കൂടെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വൺസ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാവും, നമുക്ക് തിയറി ക്ലിയർ ആയിട്ട് മനസ്സിലാണ്ടാവും. ഓക്കെ, ഞാൻ വെറുതെ പറയല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അടിപൊളിയാക്കിയിട്ടാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സോ സ്മോളർ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റിനെ മെല്ലെ 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 പടിപടിയായിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ എക്സ്പെരിമെന്റിലൂടെയാണ് അത് വിശദീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിൽ ഇരുന്നായിരിക്കും, എക്സാം വൈസ് സ്റ്റുഡൻസ് ആണെങ്കിൽ റെക്കോർഡിങ്സ് കണ്ടതായിരിക്കും. അപ്പോൾ പിന്നീട് ആ ടെക്സ്റ്റ് ബുക്ക് ഒരു വായിച്ചാൽ നമുക്ക് സ്കൂൾ എക്സാമിൽ ഒരു പ്രിപ്പറേഷൻ ആണത്. ഓക്കെ, പിന്നീട് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാൻ, എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിൽ എത്ര സമയം നമുക്ക് കൊടുക്കാം, ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, ദെൻ ലെറ്റ്സ് അസസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അഗെയിൻ വേറെ പല ഗൈഡ്സും എന്താണ് അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങിയിട്ട് വായിക്കുന്നതിന് മുന്നേ ലെറ്റ്സ് അസസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും അതിന്റെ ലെറ്റ്സ് അസസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, സയൻസ് മാത്സ് സബ്ജക്ട്സ് ആണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. ഇതിൽ ലെറ്റ്സ് അസസ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ സ്കൂൾ എക്സാം പാറ്റേൺ ആണ്, നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളെ A+ലോട്ട് അല്ലെങ്കിൽ ഫുൾ മാർക്കിലോട്ട് എത്തിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത്. ഓക്കെ, ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻസ് പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലത്തെ പാറ്റേൺസ് നമ്പറൊക്കെ മാറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, പിന്നീട് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ലെറ്റ്സ് അസസ് ക്വസ്റ്റ്യൻസ് ആണ്. എൻഡിൽ ഒരു മോക്ക് ടെസ്റ്റ് എടുത്ത് നോക്കാം. ഓക്കെ, ഏതെങ്കിലും മോക്ക് ടെസ്റ്റ് അല്ല, കഴിഞ്ഞ വർഷത്തെ ഓണം ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ അതിന് മുന്നത്തെ വർഷത്തെ ഓണം ക്വസ്റ്റ്യൻ പേപ്പറോ ടെക്സ്റ്റ് ബുക്ക് മാറുന്നതിന് മുന്നേ ഉള്ള ഓണം ക്വസ്റ്റ്യൻ പേപ്പറോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറോ ഒക്കെ എടുത്തിട്ട് ഒരു മണിക്കൂർ എക്സാം, ഫിസിക്സിന് കേസ് പറയുകയാണെങ്കിൽ 1.5 മണിക്കൂർ എക്സാം നിങ്ങളായിട്ടൊന്ന് സെറ്റ് ചെയ്ത് എഴുതി നോക്കാം. 40 മാർക്കിന്റെ എക്സാം, ആ സമയം കറക്റ്റ് ആക്കിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടൈം മാനേജ്മെന്റ് ഐഡിയ കിട്ടും. ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ആ സമയത്ത് എഴുതുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുന്നുണ്ടോ, ഞാൻ എവിടെയെങ്കിലും കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടതുണ്ടോ, എൻ്റെ ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ടോ, ഇതൊക്കെ മനസ്സിലാവുന്നത് നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോഴാണ്. ഓക്കെ, പൊതുവേ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് മോക്ക് ടെസ്റ്റുകൾ എടുക്കേണ്ട ആവശ്യം വരാം. ബോർഡ് എക്സാമിന് അത്രയ്ക്ക് പ്രശ്നം ഉണ്ടാവാറില്ല ടൈം മാനേജ്മെന്റ് ഒന്നും. പക്ഷേ ഇത് എടുത്തിട്ട് നമ്മൾ അതിൽ മാർക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളായിട്ടൊരു അനാലിസിസ് നടത്തുന്നത് എപ്പോഴും നമ്മളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾ കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല അല്ലെങ്കിൽ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ, കുറേ ഗൈഡ്സ് വാങ്ങി വായിക്കുക അല്ലെങ്കിൽ കുറേ വീഡിയോസ് കാണുന്നതിന് പകരം നിങ്ങൾ ഓൾറെഡി സ്കൂളിലും റെക്കോർഡഡ് വീഡിയോസിലൊക്കെ ആയിട്ട് ഓൾറെഡി തിയറി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കാം, ഇരുത്തി വായിക്കാം. കാരണം ടെക്സ്റ്റ് ബുക്ക് ആണ് ഒരു ക്വസ്റ്റ്യൻ എടുത്ത ആൾ നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ, സോ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഇതാണ് പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ.
ഓക്കെ, ഇത് രണ്ടും ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും ഏതാണ് ടഫ് ക്വസ്റ്റ്യൻസ്, എവിടുന്നാണ് ക്വസ്റ്റ്യൻസ് വരിക, ഏതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് വരുന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഐഡിയ വേറെ തന്നെ ഒരു അസറ്റാണ്. ഓക്കെ, പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ലെറ്റ്സ് അസസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത് നല്ല ക്വസ്റ്റ്യൻസ് ആണ് ലെറ്റ്സ് അസസിൽ. അത് നമ്മളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ നമ്മളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. നമ്മൾക്ക് എക്സാമിന് പേടിയില്ലാതെ എഴുതാൻ വേണ്ടിയിട്ട് ഈ 2 കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടോട്ടൽ 4 കാര്യങ്ങൾ അല്ലെങ്കിൽ 4 കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4 കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ട് വേണം നമ്മളെ സയൻസിൻ്റെയും മാത്സിൻ്റെയും ഓണം എക്സാമിന് നിങ്ങൾ പോകാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനനുസരിച്ചാണ് എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. എല്ലാവരും നന്നായി എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓണം എക്സാമിന് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്.